പടച്ചവനെ പേടിക്കുന്നവരെ അല്ലാതെ ദുന്യാവിന്റെ പൂജകന്മാരായ ആളുകളെ പോയി സമീപിച്ച് അവര് പറഞ്ഞു തരുന്ന എന്തും വിശ്വസിച്ച് അവര് പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റൂല. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓ സുഹൃത്തുക്കളെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഇറങ്ങാൻ തന്നെ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇറങ്ങാൻ തന്നെ സിഹ്ർ ബാത്തിലാക്കൽ അതിന്റെ ഒരു ലക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ആ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അതുപോലെ പരിശുദ്ധ ഖുർആനിൽ വേറെയും പല സൂറത്തുകളും ആയത്തുകളും സിഹ്റിനെ പ്രതിരോധിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ശൈത്താനെ നേരിടാൻ എവിടെയും ദിക്റാണ് വേണ്ടത്. വീട്ടിൽ കയറുമ്പോൾ, ഓ മുസ്ലിമീങ്ങളെ, വീട്ടിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വീട്ടിൽ കയറണം. എന്നാൽ നിങ്ങളെ റൂമിൽ കയറുമ്പോ, നിങ്ങളെ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലി കയറിയാൽ, അതേ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. ഹദ്ദാദിൽ നിങ്ങൾ ചൊല്ലാറില്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള്. അല്ലാഹുവിന്റെ പേരോടുകൂടെ ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും ശല്യം ചെയ്യൂല. അങ്ങനെയാണ് അതിന്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വീട്ടിൽ കയറേണ്ടത്. എന്നാലോ വീട്ടിൽ ശൈത്താൻ നിങ്ങളെ കൂടെ അന്തിയുറങ്ങൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഓ ഉമ്മമാരെ, നിങ്ങൾ വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വാതിലടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിക്കുന്നു. എങ്കിൽ ആ വാതിൽ തുറക്കാൻ ശൈത്താന് കഴിയൂല. നബി തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ഇദാ കാന ജിൻഹുൽ ലൈലി ഔ അംസൈതും ഫകുഫു സിബിയാനകും. സ്ത്രീകൾ പഠിച്ചു വെച്ചോ, നിങ്ങൾ മക്കളെ പോറ്റുന്ന ഉമ്മമാരല്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ബാബു തഗ്തിയത്തിൽ ഇനാഇ, പാത്രം മൂടി വെക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. അതിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹിയായ ഹദീസ്, നബി തങ്ങൾ പറയുന്നു, രാത്രിയുടെ തുടക്കമായാൽ, അതുപോലെ തന്നെ അംസൈത്തും അല്ലെങ്കിൽ മൈമ്പിന്റെ സമയമായാൽ, പഴയകാലത്ത് പഴയ ആൾക്കാർ പറയും മൈമ്പിന്റെ സമയത്ത് കുട്ടികളെ പുറത്തു കൊണ്ടുപോകരുത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൈമ്പിന്റെ സമയമായാൽ, മഗ്രിബോടടുത്ത സമയമായാൽ, അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യത്തെ 1 മണിക്കൂർ സമയം, അങ്ങനെ ആദ്യത്തെ സമയമായാൽ ഫകുഫൂ സിബിയാനകും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കണേ. ചെറിയ കുട്ടികളെ കളിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളെ മുറ്റത്തേക്കോ അതുപോലെ തന്നെ റൊട്ടിലേക്കോ നിങ്ങൾ വിട്ടേക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫൈന ശയാതീന തന്തശിറു ഹീനൈദിൻ, ആ സമയം ശൈത്താൻ ഇങ്ങനെ പരന്ന് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ശൈത്താന്റെ ശല്യം നിങ്ങളെ ചെറിയ കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കുട്ടികളെ നിങ്ങൾ മൈമ്പിന് വിട്ടേക്കരുതേ, അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യ സമയത്ത് വിട്ടേക്കരുതേ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഫൈദാ ദഹബ സഅത്തും മിനൽ ലൈലി ഫഹുല്ലൂഹും, രാത്രി ഏകദേശം 1 മണിക്കൂർ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുട്ടികളെ പിടിച്ചു വെക്കണമെന്നില്ല. അഥവാ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പുറത്തിറങ്ങി അതാ മുറ്റത്തിറങ്ങുന്നതിനും മറ്റും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ വാതിലടക്കണേ. വാതിലടക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പോയി വാതിലടക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടക്കണേ. അതേ, ബിസ്മി ചൊല്ലി അടച്ച വാതിൽ തുറക്കാൻ ശൈത്താന് കഴിയൂല. നിങ്ങൾ നിങ്ങളെ പാത്രങ്ങൾ മൂടി വെക്കണേ, അപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണേ. അതേവ ഖമ്മിറു ആനിയത്തുക്കും നിങ്ങളെ തോൽപാത്രമാകട്ടെ അല്ലാത്ത പാത്രമാകട്ടെ എല്ലാ പാത്രവും പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിങ്ങൾ മൂടി വെക്കണേ. അപ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലി മൂടണേ. വലൗ അൻ തഅറുനു അലൈഹാ ശൈആ, മൂടി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കൊള്ളിക്കഷ്ണമെങ്കിലും എടുത്തിട്ട് പാത്രത്തിന്റെ മേലെ വിലങ്ങത്തിൽ ബിസ്മി ചൊല്ലി വെക്കണേ. അതാ ശൈത്താൻ പാത്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നിമിത്തമാണ്. വാത്ഫിഹു മസാബീഹക്കും, നിങ്ങളെ വിളക്കുകൾ നിങ്ങൾ കെടുത്തണേ. ഉറങ്ങുന്ന സമയത്ത് വിളക്ക് കെടുത്താതെ കിടന്നുറങ്ങരുതേ. കാരണം ചിലപ്പോൾ ശൈത്താൻ പ്രചോദനം നൽകുന്ന ജീവിയോ അതേ ചുണ്ടലിയോ, അന്ന് തിരിവിളക്ക് കത്തിക്കുന്ന കാലമല്ലേ, ഇന്നത്തതുപോലെയുള്ള ഇലക്ട്രിക് ലൈറ്റ് അല്ലല്ലോ. ആ തിരിവിളക്ക് കടിച്ചു കൊണ്ടുപോയി
വീട്ടിന്റെ വല്ല മൂലയിലും ഇട്ടാൽ ആ വീട് തന്നെ കത്തി നശിച്ചു പോകാനും നിങ്ങൾ മരിക്കാനും കാരണമാകൂലേ? അതുകൊണ്ട് നിങ്ങൾ വിളക്കണക്കാതെ ഉറങ്ങിപ്പോകരുതേ. റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹമായി വന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല പഠിപ്പിച്ചത് സഹോദരന്മാരെ, മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ച നേതാവാണത്. അവിടുന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ വിളക്കണക്കണേ. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഗ്യാസിന്റെ അടുപ്പ് നിങ്ങൾ ശരിക്കും ഓഫാക്കണേ. നബിതങ്ങൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണത്. ആ ഗ്യാസ് ലീക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അപകടത്തിന് സാധ്യതയുള്ള ഒരു മേഖലയും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം,